വസല്ലമയുടെ അസുഖം ശക്തമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധക്ഷയമുണ്ടായി. അല്പം ബോധം തെളിഞ്ഞപ്പോൾ തന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് 7 പാത്രം വെള്ളം എൻ്റെ ശരീരത്തിൽ ഒഴിക്കണം എന്നാവശ്യപ്പെട്ടു. തണുത്ത വെള്ളം എൻ്റെ ശരീരത്തിൽ കോരി ഒഴിക്കുവിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു. സഹാബെ കിറാം അത് പ്രകാരം ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു കുളിക്ക് ശേഷം അല്പം ഒരു ആശ്വാസം തോന്നി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴും പ്രവാചകന് ശക്തമായ തലവേദനയുണ്ട്. തലവേദനയുടെ കാഠിന്യം ശമിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു പ്രത്യേക കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു, തലവേദന ശക്തമായത് കാരണത്താൽ. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലേക്ക് വന്നു. മിമ്പറിൽ കയറിയിരുന്നു. സഹാബെ കിറാം ചുറ്റും പ്രവാചകന്റെ ചുറ്റും പള്ളിയിൽ ഇരിക്കുകയാണ്. പ്രവാചകൻ എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ചുറ്റും സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹാബെ കിറാമിന്റെ മുന്നിൽ ആദ്യമായി നൽകിയ ഉപദേശം കഴിഞ്ഞ ഖുത്ബയിൽ അതിന്റെ സൂചന നൽകിയിരുന്നു. അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഉപദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യമായി നൽകിയ ഉപദേശം, ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്. നിങ്ങൾ എൻ്റെ ഖബറിനെ എനിക്ക് ശേഷം ആരാധിക്കപ്പെടുന്ന ഇടമാക്കി മാറ്റരുത്. ഒരു വലിയ വ്യക്തിത്വത്തിന്, പ്രത്യേകിച്ചും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന് മരിക്കുന്നതിന് മുമ്പ് തന്റെ അനുചരന്മാർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും കനപ്പെട്ട ഉപദേശം അതുതന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ അനുയായികൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മരണപ്പെടുന്നതിന് മുമ്പ് വരെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഞാൻ ഒരു ആരാധ്യ പുരുഷനായി മാറിയേക്കാം എന്ന ഉത്കണ്ഠയുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. കാരണം താൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതര സമൂഹങ്ങൾ അവരിലേക്ക് വന്ന പുണ്യാള പുരുഷന്മാരെയും അതേപോലെ തന്നെ പ്രവാചകന്മാരെയും ഒക്കെ കൾട്ടുകളാക്കി മാറ്റി ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കാണുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാർക്ക് മരിക്കുന്നതിന് മുമ്പ് നൽകുവാൻ പറ്റുന്ന ഏറ്റവും ഉൾക്കനമുള്ള ഉപദേശമാണ് നൽകിയത്. ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്. എനിക്ക് ശേഷം എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കുവാൻ പാടില്ല. ഒന്ന് ആലോചിച്ചു നോക്കി സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് കാണുവാൻ സാധിക്കും. പാലക്കാട് ജില്ലയിൽ തന്നെ എത്ര മക്ബറകളാണുള്ളത്. മഞ്ഞക്കുളം പള്ളിയിലുണ്ട് മക്ബറ, ഖബറിടം ആരാധനാ കേന്ദ്രമാണ്. ആളുകൾ അവിടെ വരുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, ഖബറിൽ കിടക്കുന്ന ആളിനോട് തന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആലത്തൂർ തന്നെ ഒരു പക്ഷേ ഉണ്ടാവും, അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാവും. മണ്ണാർക്കാട് അമ്പംകുന്ന് വീരാന ഉലിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മക്ബറ കേന്ദ്രമുണ്ട്. ആളുകൾ ഒഴുകുകയാണ് അങ്ങോട്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ തഴച്ചു വളരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഉമ്മത്തിലെ നല്ലൊരു ശതമാനം ആളുകളുടെയും വിവരക്കേട് കൊണ്ടാണ്. ഇത്തരം കേന്ദ്രങ്ങളിൽ കാണിക്കയിടുന്ന സമ്പ്രദായം ഇല്ല എങ്കിൽ, പണം നിക്ഷേപിക്കുന്ന സമ്പ്രദായം ഇല്ല എങ്കിൽ ഈ ഒരു കേന്ദ്രങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ആളുകൾ തങ്ങൾ അവിഹിതമായി ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ചെലവഴിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ആളുകളും അതല്ല ചെയ്യുന്നത്. മക്ബറയിൽ വീഴുന്ന, ശ്മശാനങ്ങളിൽ വീഴുന്ന കാശുകളുടെ സ്വഭാവം എന്താ? ഒരു ലോറി ഡ്രൈവർ താൻ അവിഹിതമായ ലോഡ് കൊണ്ടുപോവുകയാണ്. എന്നെ വീരാന ഔലിയ, മഞ്ഞക്കുളം ഔലിയ, എന്നെ ഈ
സർക്കാർ സംവിധാനത്തിൽ നിന്ന്, അവരുടെ നോട്ടത്തിൽ നിന്ന് എന്നെയും എന്റെ ഈ വണ്ടിയെയും ഈ ലോഡിനെയും രക്ഷപ്പെടുത്തണ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്ക നിക്ഷേപിക്കുന്നത്. ഇതല്ലേ സംഭവത്തിൽ നടക്കുന്നത്? ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് നൽകിയ ഉപദേശമത. എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്. പൂർവികരായ ആളുകൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സാലിഹ്, പൂർവികരായ ആളുകൾ, അവർ നല്ല ഒരാൾ മരിച്ചാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദൻ, ആ ഖബറിന് മുകളിൽ ഒരു പള്ളി ഉണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് മരിച്ച ആളുടെ രൂപങ്ങൾ ഉണ്ടാക്കും. ഉലൈക ശറാറുൽ ഖൽഖ്, അങ്ങനെ ഖബറിനെ ചുറ്റിപ്പറ്റി ആരാധനാ കേന്ദ്രങ്ങൾ നടത്തി ഖബറിൽ കിടക്കുന്ന ആളുകളോട് തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പരിദേവനങ്ങളും ഒക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഉലൈക ശറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, ഉലൈക ശറാറുൽ ഖൽഖ് ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശമായ സൃഷ്ടികൾ അവരാണ് എന്നാണ്. ഖബറിനെ ചുറ്റിപ്പറ്റി ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ തന്റെ ഉമ്മത്തിന് പ്രവാചകൻ അവസാനം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആദ്യം നൽകിയ ഉപദേശം അതായിരുന്നു. ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തേത് കാണുവാൻ സാധിക്കും, ഇഹ്സാനുൽ വന്നി ബില്ലാഹ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ വന്ന ബില്ലാഹി അസ്സ വജൽ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മരിക്കരുത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിചാരിക്കാൻ പാടില്ല. അള്ളാഹു ഇടപെടും, സമയമായാൽ ഇടപെടും. എന്റെ പ്രശ്നം അള്ളാഹു തന്നെ പരിഹരിക്കും. അത് പരിഹരിക്കാൻ വേറൊരാളുമില്ല. ഇഹ്സാനുൽ വന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല വിചാരം, സദ്വിചാരം വെച്ച് പുലർത്തുക. ഇത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ വിചാരം വെച്ച് പുലർത്തുന്ന ഒരു ടീമാണ് ഗസയിലെ മുസ്ലിം സമൂഹം. അള്ളാഹുവിനെ കുറിച്ച് നല്ലതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം ക്രൂരമായ പ്രതിസന്ധികൾ, അക്രമമർദ്ദനങ്ങൾ ഉണ്ടായിട്ട് പോലും അവരുടെ നാവുകളിൽ നിന്ന് വരുന്നത് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, തവക്കൽനാ അലല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് ബരമേൽപ്പിക്കുവാൻ അല്ലാഹു മതി, ഞങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കുന്നില്ല, ഞങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് സദ്വിചാരമാണ് വെച്ച് പുലർത്തുന്നത്. അവൻ ഇടപെടേണ്ട സമയമായാൽ അവൻ ഇടപെടും. ഇതാണ് ഗസയിലെ ഓരോ ആളുകളും ഈ ഒരു പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണുള്ളത്. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിചാരം വെച്ചു പുലർത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് ഉമ്മത്തിന് നൽകിയ മറ്റൊരു ഉപദേശം. മൂന്നാമത് നൽകിയ ഉപദേശം മുഹാഫളത്തു അലസ്സലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചെവി റസൂലുള്ളാഹിന്റെ വായയിൽ വെക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞത് അസ്സലാ, നമസ്കാരം, അതിന് നിങ്ങൾ കളിക്കരുത് കേട്ടോ. അത് സമയത്തിന് നമസ്കരിച്ചോളണം, വൈകിപ്പിക്കരുത്, നമസ്കാരം ഒഴിവാക്കരുത്, നമസ്കാരം ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണം. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് ഉമ്മത്തിന് നൽകിയ ഉപദേശമാണ്. കാന ആഖിറു കലാമി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ കലാം, ആഖിറു കലാമിൻ നബി, ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് എത്തുന്നതിന് മുമ്പ്, മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായി ഈ ഉമ്മത്തിനോട് സംസാരിച്ചത് അസ്സലാ എന്നാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച രോഗം ഗുരുതരമായി. അന്നേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയം വരെയുള്ള എല്ലാ നമസ്കാരങ്ങളും ജനങ്ങൾക്കൊപ്പം ജമാഅത്തായി തന്നെ നിർവഹിച്ചു. എന്നാൽ ആ ദിവസം, വഫാത്തിന്റെ 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച ദിവസം ഇശാ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യന്തം അവശനായി മാറി. അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നുയർന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് ചോദിച്ചു, ഇശാഇന്റെ സമയമൊക്കെ തെറ്റിയിട്ടുണ്ട്. അനുചരന്മാരോട് ചോദിച്ചു, ജനങ്ങൾ നമസ്കരിച്ചോ? ജനങ്ങൾ ഇശാ നമസ്കാരം നിർവഹിച്ചോ? കൂടെയുള്ള ആളുകൾ, ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, താങ്കളുടെ വരവ് കാത്തിരിക്കുകയാണ് മദീന പള്ളിയിൽ സഹാബാക്ക. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുകയും വുളു ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീഴാൻ പോയി. അള്ളാഹുവിന്റെ റസൂലിന് ബോധക്ഷയം സംഭവിച്ചു. അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ആവർത്തിച്ചു, നിങ്ങൾ നമസ്കരിച്ചുവോ? സഹാബെ കിറാം പറഞ്ഞു, ഇല്ല, താങ്കളുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, പള്ളിയിലേക്ക് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ബോധം ക്ഷയമുണ്ടായി, ബോധം പിന്നീട് തെളിഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ കൂടെ ഇശാ നമസ്കരിക്കാൻ സാധിച്ചില്ല. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് ആംഗ്യം കാണിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ പോയിട്ട് ഇമാമായി നിൽക്കൂ, ജനങ്ങൾ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മരണത്തിന്റെ തലേനാൾ ഞായറാഴ്ച തന്റെ വേലക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹപൂർവ്വം വിട നൽകി. അവരോട് നല്ല നിലയിൽ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തനിക്ക് സേവനം ചെയ്ത ആളുകളെ അദ്ദേഹം യാത്രയച്ചു. അങ്ങനെ തന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന 7 ദീനാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം ചെയ്തു. നമ്മളൊക്കെ നല്ലോണം ആലോചിക്കണം. ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടുകയാണ്, ബാങ്ക് ബാലൻസ് ഇങ്ങനെ കാണിക്കുക. മരിക്കണതിന് മുമ്പേ ആർക്കാണ് ഈ ഉണ്ടാക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ 7 ദീനാറാണ് കയ്യിലുണ്ടായത്. മരിക്കുന്നതിന് മുമ്പ് ആ 7 ദീനാറും സമൂഹത്തിൽ ചെലവഴിച്ചു കൊണ്ടാ പോയത്. അള്ളാന്റെ റസൂലിന് ബാങ്ക് ബാലൻസുകൾ ഉണ്ടായിരുന്നില്ല. ആ നാട്ടിൽ സഹാബെ കിറാമിനൊക്കെ അത്യാവശ്യം പണക്കാരായ സഹാബെ കിറാമിനൊക്കെ നല്ല സംഖ്യ ഉണ്ടായിട്ടുണ്ട്, ക്യാഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൊടുത്തിട്ടാണ് പോയത്. തന്റെ കൈവശമുള്ള ആയുധങ്ങൾ അതും ദാനമായിട്ട് നൽകി. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ വിളക്ക് കത്തിക്കുവാൻ ആയിഷ റളിയല്ലാഹു അൻഹ അയൽവാസിയോട് അല്പം എണ്ണ കടം വാങ്ങിയതൊക്കെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകന്റെ പടയങ്കി 30 സാഅ് ബാർലിക്ക് പകരമായി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ദിവസം അദ്ദേഹത്തിന്റെ ദുഃഖവും വേദനയും ഒക്കെ വാക്കുകൾ അതീതമാണ്. അരുതാത്തതെന്തോ ദർശിച്ചതുപോലെ പ്രകൃതി മൊത്തം, അന്തരീക്ഷം ഘനീഭവിച്ചു, പ്രപഞ്ചം തരിച്ചു നിന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അന്ത്യസമയം ആഗതമായി. ലോകത്തിന്റെ പൾസ് മദീനയിലെ കൊച്ചുകൂരയിൽ മിടിപ്പറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ചുറ്റും പ്രകാശം വാരിച്ചൊരിഞ്ഞ സന്മാർഗത്തിന്റെ ദീപസ്തംഭം മങ്ങിത്തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടുത്തേക്ക് യാത്രയായി തുടങ്ങി. സഹാബികൾ വിതുമ്പിക്കരഞ്ഞു. അവരുടെ കണ്ണുകളിലേക്ക് സാരഗർഭമായി നോക്കി തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ വെച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം, ആ വിശുദ്ധ മുഖത്ത് നിന്നും, പവിത്രമായ ആ വിശുദ്ധ മുഖത്ത് നിന്നും ചുണ്ടുകൾ മെല്ലെ മെല്ലെ ചലിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നീ അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സത്യവാന്മാർ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ എന്നിവരുടെ കൂടെ എനിക്ക് നീ പൊറുത്തു തരണമേ. അവരോടൊപ്പം നീ എന്നെയും പ്രവേശിപ്പിക്കണമേ. എന്നോട് നീ കരുണ കാണിക്കണമേ. എന്നെ അർ-റഫീഖുൽ അഅലയിലേക്ക് ഉയർത്തണമേ. അർ-റഫീഖുൽ അഅലയിലേക്ക് ഉയർത്തണമേ. 3 വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിച്ചു, അത് ആവർത്തിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധ കരം ചാഞ്ഞു. കണ്ണുകൾ അടഞ്ഞു. ആ നെഞ്ചിൻ കൂട്ടിലെ അഗ്നി കെട്ടടങ്ങി. ആ പൂവിന്റെ സുഗന്ധം ഉയർന്നു. ദൗത്യം പൂർത്തീകരിച്ച അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ യഥാർത്ഥ കൂട്ടുകാരനിലേക്ക് ഉയർന്നു. ആ ഉയർന്ന ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു. സമയം ഏറെക്കുറെ 9 മണിയാണ്.
പ്രഭാത വെയിൽ ചൂട് പിടിച്ച് വരുന്ന സന്ദർഭമായിരുന്നു ആ സന്ദർഭം എന്ന് ആ പ്രവാചകന്റെ മരണവേളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് യാത്രയായി. ഈ സന്ദർഭം മദീന മൊത്തം തേകുകയായിരുന്നു. മദീനക്കാർക്ക് ഒരു കപ്പിത്താനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്കെല്ലാം പ്രവാചകരായിരുന്നു, എല്ലാം പ്രവാചകരായിരുന്നു. പ്രവാചകൻ അനുചരന്മാരെ ഉപദേശിക്കുന്ന, നിർദ്ദേശങ്ങൾ നൽകുന്ന, ആവശ്യാനുസൃതം അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തെയാണ്, ഒരു ലീഡർഷിപ്പിനെയാണ് മദീനക്കാർക്ക് നഷ്ടപ്പെട്ടത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫശഹിത്തുഹു യൗമ ദഖലൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പ്രവേശിച്ച ദിവസം ആ സന്ദർഭത്തിൽ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സൻ. ആ ദിവസത്തേക്കാൾ ഏറ്റവും സുന്ദരമായ ഒരു ദിവസം വേറെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരുന്ന സന്ദർഭം. വലാ അദ്വഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി. ആ ദിവസത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രകാശപൂരിതമായ ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ. അതേ അനസ് പറയുന്നു, വശഹിത്തുഹു യൗമ മാത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മരിച്ച സന്ദർഭം അതിലും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, ആ ദിവസവും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഫമാ റഅയ്തു യൗമൻ കാന അഖബഹ്. ഏറ്റവും മോശമായ പ്രയാസപൂരിതമായ ഒരു ദിവസമായിരുന്നു അത്. വലാ അദ്ലമ മിൻ യൗമിൻ മാത ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ മരിച്ച ആ ദിവസത്തെക്കാൾ അന്തരീക്ഷം മൊത്തം ഇരുട്ട് ബാധിച്ച ഒരു ദിവസം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നും അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ മരണവാർത്ത ഓരോരുത്തരും മനസ്സിലാക്കി ഓരോ സഹാബിയും രഹസ്യമായി കരയാൻ ഓരോ മൂല തെരഞ്ഞെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു മദീന പള്ളിയുടെ ഒരു മൂലയിൽ, വേറൊരു സഹാബി പലരും പല ഭാഗം മൂലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിൽ വിതുമ്പുകയാണ്. ഓരോ സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിൽ കരയാൻ വേണ്ടി ഞങ്ങൾ ഓരോ സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരും കാണാതെ കരയാൻ വേണ്ടിയിട്ട്. യഖൂലു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ലമ്മാ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ലമത്തിൽ മദീന. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവൻ പിടിക്കപ്പെട്ട, റൂഹ് പിടിക്കപ്പെട്ട സന്ദർഭം മദീന മൊത്തം ഇരുട്ടായി. ഹത്താ ലം യൻദുർ ബഅ്ദുനാ ഇലാ ബഅദ്. ഞങ്ങൾക്ക് പരസ്പരം കാണാൻ തന്നെ കഴിയാത്ത അത്ര ഇരുട്ടായി. വകാന അഹദുനാ യബ്സുതു യദഹു ഫലാ യറാഹ. നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ കൈ നീട്ടിയാൽ ആ കൈ പോലും ഞങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ലമ്മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ സിർനാ കൽ ഗനമി ശാരിദ ഫിൽ ലൈലിൽ മുംതിറ. ഞങ്ങൾ ഒറ്റപ്പെട്ട ആട്ടിൻകൂട്ടത്തെ പോലെ ഞങ്ങളായി മാറി. കപ്പിത്താനില്ലാത്ത ഒരു സമൂഹമായി ഞങ്ങൾ മാറി. അങ്ങനെ മദീന മൊത്തം പ്രവാചകന്റെ വേർപാടിൽ തേങ്ങുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ബാങ്ക് വിളിക്കാരനാണ്. മുഅദ്ദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ ബാങ്ക് വിളിക്കാരനാണ്. ഏറ്റവും സുന്ദരമായ ശബ്ദമാണ്, മുഴക്കമുള്ള ശബ്ദമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കും ഒരു കാലഘട്ടത്തിൽ വേണ്ടാതിരുന്ന, അതേപോലെ തന്നെ യജമാനന്റെ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ക്യാഷ് കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് പ്രവാചകന് മുമ്പിൽ സമർപ്പിച്ചു. പ്രവാചകന്റെ ഇസ്ലാമിക പാഠശാലയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു വളർന്നു വന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ പഠിപ്പിച്ചു. ഏറ്റവും നല്ല സുന്ദരമായ ശബ്ദം. ബിലാലിനെ മദീന പള്ളിയിലെ ബാങ്ക് വിളിക്കാരനാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. പക്ഷേ പ്രവാചകൻ മരിച്ച ആ ദിവസങ്ങൾ ബിലാലിന് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഖബറടക്കത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടം താങ്ങാൻ കഴിയാതെ മദീന വിട്ടുപോയി എന്ന ചരിത്രം പറയുന്നു. സങ്കടം താങ്ങാൻ കഴിയാതെ ബിലാൽ മദീന വിട്ടുപോയി. പിന്നീട് എപ്പോഴോ മദീനയിലെത്തിയപ്പോൾ, അത് ഉമറിന്റെ ഖിലാഫത്തിലാണ് എത്തിയത്. കാരണം മദീനയിലേക്ക് വന്ന സഹാബികൾ എല്ലാവരും കൂടി ബിലാൽ ബാങ്ക് കൊടുക്കൂ എന്ന് പറയും.
ബിലാൽ റളിയല്ലാഹു അൻഹു ഉമറിന്റെ ഖിലാഫത്തിൽ പിന്നീട് മദീനയിലേക്ക് വന്നപ്പോ അവിടെയുള്ള ആളുകളൊക്കെ അത് ബിലാലാണല്ലോ വന്നിരിക്കുന്നത്. എല്ലാവരും കൂടി ബിലാലിനെ കെട്ടിപ്പിടിച്ച് ബിലാൽ ബാങ്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 4 പ്രാവശ്യം പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 പ്രാവശ്യം പറഞ്ഞു. പിന്നീട് ബിലാലിന് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബെ കിറാമിന്റെ സ്നേഹം. എന്തുകൊണ്ട് അവർ തേങ്ങി കരഞ്ഞു? എന്തുകൊണ്ട് മദീന മൊത്തം പ്രവാചകന്റെ വഫാത്തിൽ തേങ്ങി? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നിഴലായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രവാചകനായിരുന്നു. അവർ എല്ലാവരെക്കാളും പ്രവാചകനെ സ്നേഹിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രവാചകനോടുള്ള സ്നേഹം ചരിത്രത്തിൽ വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് അബൂ ഖുഹാഫ. അവസാന കാലഘട്ടത്തിൽ പ്രവാചകന്റെ വഫാത്തിന് മുമ്പ് അബൂ ഖുഹാഫ അബൂബക്കറിന്റെ പിതാവിന് ഇസ്ലാം സ്വീകരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. തല മൊത്തം നരച്ചിട്ടുണ്ട്, പടുവൃദ്ധനായിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വയസ്സായ വൃദ്ധനായ പിതാവിനെയും കൂട്ടി പ്രവാചകന്റെ അടുത്തേക്ക് പോവുകയാണ്. പ്രവാചകന്റെ അടുത്ത് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹലാ തറക്ത ശൈഖ ഫീ ബൈതിഹി, എന്തിനാണ് ഈ പ്രായമുള്ള ഇത്രയും പടുവൃദ്ധനായ ഈ വ്യക്തിയെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹുവ അഹഖു അൻ യംശി ഇലൈക് മിൻ അൻ തംശി അൻത ഇലൈഹി, താങ്കൾ അദ്ദേഹത്തെ എന്റെ പിതാവിന്റെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അദ്ദേഹം എന്റെ പിതാവ് താങ്കളുടെ അടുത്തേക്ക് എത്തലാണ്. അങ്ങനെ എത്തി. ഫഅജ്ലസഹു ബൈന യദൈ, പ്രവാചകന്റെ മുന്നിൽ ഇരുത്തി. സുമ്മ മസഹ സദ്റഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖുഹാഫയുടെ തലയിൽ നെഞ്ചിൽ തടവി. സുമ്മ ഖാൽ അസ്ലിം, അബൂ ഖുഹാഫ താങ്കൾ ഇസ്ലാം സ്വീകരിക്കൂ. ഫഅസ്ലമ, അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ഈ ഇസ്ലാം സ്വീകരിച്ച ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ കരച്ചിലം കരഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ചുറ്റുമുണ്ടായിരുന്ന സഹാബെ കിറാം ഫഖാലു ലഹു ഹാദാ യൗമു ഫർഹ്, പിതാവ് ഇസ്ലാം സ്വീകരിച്ച് സന്തോഷിക്കേണ്ട ദിവസം എന്താണ് അബൂബക്കർ താങ്കൾ പൊട്ടിക്കരയുന്നത്? താങ്കളുടെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, പിന്നെ എന്തിനാണ് അബൂബക്കർ താങ്കൾ കരയുന്നത്? قال لاني كنت احب ان الذي بايع النبي الان ليس ابي ولكن ابو طالب, എന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ച ഈ സ്ഥാനത്ത് പ്രവാചകന്റെ എളാപ്പ അബൂ താലിബാണ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് എത്ര സന്തോഷം ഉണ്ടാകുമായിരുന്നു. അള്ളാഹിന്റെ റസൂൽ മരിക്കുന്നത് വരെയും ആഗ്രഹിച്ചു എളാപ്പ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വന്നു കിട്ടിയാൽ എല്ലാ സഹായം ചെയ്തു കൊടുത്ത ആളാണ്, എല്ലാ സംരക്ഷണവും ചെയ്തു കൊടുത്തു. മക്കയിലെ പൗരപ്രമുഖരായ അവിടുത്തെ ഫാഷിസ്റ്റുകളൊക്കെ അബൂ താലിബിന്റെ അടുത്ത് വന്നുകൊണ്ട് നിങ്ങളാണ് ഇതിന് കാരണം, നിങ്ങളാണ് മുഹമ്മദിന്റെ പുതിയ മതത്തിന് ഊർജം കൊടുക്കുന്നത്, നിങ്ങളാണ് അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മക്കയിലെ ഫാഷിസ്റ്റുകൾ അബൂ താലിബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അബൂ താലിബ് സംരക്ഷിച്ചു. ആ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ എന്തെല്ലാം കളി കളിച്ചു തുടങ്ങി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദി മൻ യശാ. മുഹമ്മദേ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ഹിദായത്തിലാക്കൂല. താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല, അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ ഹിദായത്തിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ സ്ഥാനത്ത് അബൂ താലിബാണ് എന്റെ പിതാവിന്റെ സ്ഥാനത്ത് ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖപ്രസന്നതയും മുഖത്തെ സന്തോഷവും ഒക്കെ എനിക്ക് കാണാമായിരുന്നു. പക്ഷെ എനിക്കത് കഴിഞ്ഞില്ലല്ലോ. അതോർത്തിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് സഹാബെ കിറാം. അബൂബക്കറിന്റെ ഒരു ദാഹമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്. ഹിജ്റ ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റം ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്.
ആ സന്ദർഭത്തിൽ ഒരു ഗ്ലാസ് പാല് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തി. അദ്ദേഹം എന്ത് ചെയ്തു? ആ പാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇശ്റബ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇതാ പാല് കുടിക്കും എന്ന് പറഞ്ഞു. ആർക്കാ ദാഹം? അബൂബക്കറിനാണ് ദാഹം. പക്ഷെ കുടിച്ചത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. പക്ഷെ അബൂബക്കർ പറഞ്ഞത് എന്താ? ഫശരിബ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തവൈതു, അല്ലാഹുവിന്റെ റസൂല് പാല് കുടിച്ചു, എന്റെ വയറ് നിറഞ്ഞു എന്നാ പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്റെ ദാഹം മാറിയെന്ന്. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നഅം ശരിബ നബിയു ഫർതവ അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂൽ പാല് കുടിച്ചു, അബൂബക്കറിന്റെ വയറ് നിറഞ്ഞു, ദാഹം മാറി എന്ന് പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിതം എങ്ങനെയാണ്? അല്ലാമ ഇക്ബാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു, പർവാനെ കോ ചറാഗ് ബസ്, ബുൽബുൽ കോ ഫൂൽ ബസ്, സിദ്ദീഖ് കെ ലിയേ അല്ലാഹ് കാ റസൂൽ ഖുദാ കാ റസൂൽ ബസ്. ഈയമ്പാറ്റകൾക്ക് വിളക്കുമാടം മതി. അതേപോലെ തന്നെ ബുൽബുൽ പക്ഷികൾക്ക് പുഷ്പങ്ങൾ മതി. സിദ്ദീഖ് കെ ലിയേ ഖുദാ കാ റസൂൽ ബസ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ മതി. അതായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഓരോ സഹാബിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ തേങ്ങിക്കരയാൻ കാരണം അവരുടെ ഈ സ്നേഹമാണ്. മൃഗങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് മാറി നിന്നാൽ സങ്കടം പ്രകടിപ്പിക്കുമെന്നാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ. യഥാർത്ഥ മദീന പള്ളിയിലെ മിമ്പർ പണി കഴിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരയെ കെട്ടിയിട്ട ഒരു മരത്തിന്റെ തടിയിൽ നിന്നുകൊണ്ടാണ് അത് മിമ്പറായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഖുത്ബ നടത്തിയിരുന്നത്. മിമ്പറിന്റെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ മുകളിൽ കയറി ഖുത്ബ നടത്തിയപ്പോ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ആ ഈന്തപ്പന തടിയുടെ പ്രത്യേക കരച്ചിൽ എല്ലാവരും കേട്ടു. മുഅ്ജിസത്തായിട്ടാണ്, മുഅ്ജിസത്തായിട്ട്. അപ്പൊ ജീവനുള്ളവരും ജീവനില്ലാത്തവരും എല്ലാം ഒരുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനിൽ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ്. ഇതൊക്കെ കണ്ട അബൂ സുഫിയാൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഇസ്ലാമൊക്കെ സ്വീകരിച്ചതിന് ശേഷം അബൂ സുഫിയാൻ പറഞ്ഞു, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികളെ പോലെ മുഹമ്മദിനെ സ്നേഹിക്കുന്ന വേറെ ഒരാ അനുയായിയും ഒരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല. എന്താ വാക്കിന്റെ അർത്ഥം നോക്കി? ലോകത്തും അങ്ങനെ ഒരു നേതാവില്ല. പ്രവാചകന്റെ അനുയായികൾ പ്രവാചകരെ സ്നേഹിക്കുന്നത് പോലെ ദുനിയാവിലെ ഒരു നേതാവും അനുയായിയുമില്ല. ഇത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പല വിശദീകരണങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ കൽപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേറ്റ് സ്നേഹിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പ്രത്യേക അറിയിപ്പ്, നമ്മുടെ പ്രാദേശിക കേരള സംസ്ഥാനത്തിൽ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമി ടീനേജ് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഓൺലൈൻ ഖുർആൻ പഠന സംവിധാനം സംസ്ഥാനാടിസ്ഥാനത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇത് വലിയൊരു സംരംഭമാണ്. ഈ പ്രായത്തിലാണ് കുട്ടികളൊക്കെ വഴിതെറ്റുക, കൗമാരപ്രായം. അവിടെ നിന്നാണ്, ക്യാമ്പസുകളിൽ നിന്നാണ് കുട്ടികൾക്കിടയിലേക്ക് നിരീശ്വരവാദവും ഭൗതികവാദവും നിർമ്മതവാദവും ഒക്കെ അവരുടെ ബോധമണ്ഡലത്തിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുക. നമ്മുടെയൊക്കെ വീട്ടുകളെയൊക്കെ കാണാൻ സാധിക്കും. വാപ്പ ഭയങ്കര പള്ളിൻ്റെ വലിയ ആളാണ്, പക്ഷെ മക്കള് ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ.
മക്കൾ ഏതൊക്കെയോ ചില സംഘടനകളുടെ തോന്നിയവാസങ്ങൾക്ക് പിന്നാലെ പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ നല്ല ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനം ഈ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ആഴ്ചയിൽ 5 ദിവസം മഗ്‌രിബിന് ശേഷം 15 മിനിറ്റാണ്. നമ്മൾ വീട്ടിൽ കുട്ടികളോട് പറയും ഖുർആൻ ഓതിയിട്ട് മതി ബാക്കിയുള്ളതൊക്കെ എന്ന് പറയും. അതൊക്കെ വലിയൊരു തർബിയത്താണ്, സംസ്കാരമാണ്, നിലപാടാണ്. ഖുർആൻ ഓതിയിട്ട് മതി ബാക്കിയുള്ളതൊക്കെ സ്കൂളിലെ വിഷയം എടുത്ത് പഠിക്കണം. ഇത് മുസ്ലിം വീട്ടിലെ ഓരോ ഗൃഹനാഥനും ഗൃഹനായികയും ഒക്കെ പറയുന്ന സംഗതിയാണ്. അപ്പം അതുകൊണ്ട് നാം ഈ വിഷയത്തിൽ അങ്ങേയറ്റം ഗൗരവം കാണിക്കണം. ഓൺലൈനിലാണ് എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും 15 മിനിറ്റാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത ആയത്തുകൾ, പ്രഗത്ഭരായ ആ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തലത്തിലുള്ള പ്രഗത്ഭരായ ആളുകളാണ് അധ്യാപകർ. ഇൻഷാ അല്ലാഹ് ഇത് നല്ലൊരു സംവിധാനമാണ്. മാതാവും പിതാവും ജ്യേഷ്ഠന്മാരും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെയും മക്കളെ, ഈ പ്രായത്തിലുള്ള മക്കളെ നിർബന്ധമായിട്ടും ഈ സംവിധാനത്തിന് മുമ്പിൽ 15 മിനിറ്റ് ഇരുത്തിക്കണം. ഇത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രായത്തിലുള്ള നമ്മുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുഹമ്മദ് അലി സാഹിബിന്റെ മക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എറണാകുളം ഹോസ്പിറ്റലിലാണുള്ളത്, പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുത്ത് വീണ്ടും പൂർവാരോഗ്യത്തോടുകൂടി നമ്മിലേക്ക് തിരിച്ചെത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾ അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ബിസിനസ്സിലും സംവിധാനത്തിലും ജോലിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم انصر المسلمين في غزة يا الله، واشف مرضاهم وجرحاهم يا الله، وأطعمهم طعاما لذيذا يا الله، وأشربهم ماء طهورا يا الله. اللهم حرر المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين يا الله. اللهم دمر اليهود الفاشيين الصهيونيين يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.